ബാംഗ്ലൂരിലെ ഏർലി മോർണിംഗ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പോണതും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ബാംഗ്ലൂർ എത്തിയപ്പോൾ നമ്മൾ ആ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കടകൾ നമ്മൾ സെർച്ച് ചെയ്തു കേട്ടോ. അതുകൊണ്ട് ബിരിയാണിയൊക്കെ അവിടെ ഫേമസ് ആണെന്ന് അറിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ നോക്കി. പക്ഷേ അവിടെ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ. അങ്ങനെയാണ് നമുക്ക് മൈസൂർ പലാവ്, മണ്ടിപ്പട്ടെ മൈസൂർ പലാവ് എന്ന് പറഞ്ഞൊരു ഷോപ്പിനെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളവിടെ പോയി. നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ പുലാവും അതുപോലെ തന്നെ ചിക്കൻ കബാബും ആയിരുന്നു. മട്ടൻ പുലാവാണ് അവിടുത്തെ ഫേമസ് ഐറ്റം. പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ അതവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പുലാവ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കബാബ്, നമ്മൾ ഓർഡർ ചെയ്ത കബാബ് നമുക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ചിക്കൻ ഫ്രൈ ആണ് തന്നത്. ചിക്കൻ ഫ്രൈ കുറച്ചും കൂടി ഒരു ഗ്രേവി കൈൻഡ് ഓഫ് തിങ് ആണ് കേട്ടോ. കബാബാണെങ്കിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിരുന്നു. അങ്ങനെ ഈ ചിക്കൻ പുലാവ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കുക്കർ ബിരിയാണിയൊക്കെ പോലെ ആയിരുന്നു കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ദം ബിരിയാണി, നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ ഒന്നും ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ്. മസാലയാണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നു. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ഫ്രൈ ആണെങ്കിലും എനിക്ക് കബാബായിരുന്നു ബെറ്റർ എന്ന് തോന്നി. കാരണം അത് ഇത്തിരി ഒരു ഗ്രേവിയാണ് അതിലുണ്ടായിരുന്നത്. ഏർലി മോർണിംഗ് 3:30 മുതൽ 10 o'clock വരെ മാത്രമേ ഈ കട ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ വരിക. മൺഡേയ്സും തേഴ്സ്ഡേയ്സും ഈ ഷോപ്പ് ക്ലോസ്ഡും ആയിരിക്കും കേട്ടോ.